ദി ഹങ്കർ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പടവലങ്ങ കൊണ്ടാണ് ഒരു കറി ഉണ്ടാക്കുന്നത്. സാധാരണ ആർക്കും ഇഷ്ടമില്ലാത്തൊരു പച്ചക്കറിയാണ് പടവലങ്ങ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ഗ്രേവിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പടവലങ്ങ മീൻ കറി. നമുക്ക് ഇഷ്ടമില്ലാത്ത ഈ പച്ചക്കറി ഈ രീതിയിൽ കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പടവലങ്ങ കറി എല്ലാവരും കഴിക്കും. മീൻ കറിയുടെ ടേസ്റ്റിലാണ് നമ്മൾ ഇന്ന് ഈ പച്ചക്കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. റെസിപ്പി നോക്കാം. ഒരു മൺചട്ടിയിലേക്ക് ഒരു ചെറിയ സബോള അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു ചെറിയ പച്ചമാങ്ങ അരിഞ്ഞത്, പുളിക്കനുസരിച്ച് വേണം ചേർക്കാനായിട്ട്, പിന്നെ ഒരു 5 പച്ചമുളക് നടുവേ കീറിയത്, ഒരിടത്തരം വലുപ്പത്തിലുള്ള പടവലങ്ങ നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 വലിയ സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ശരിക്കും നമ്മൾ ഈസി ആയിട്ടുള്ള മീൻ കറി വെക്കില്ലേ, അതേ രീതിയിൽ തന്നെയാണ് ഈ പടവലങ്ങ മീൻ കറി വെക്കുന്നത്. ഇനി അതിലേക്ക് 2 പിടി തേങ്ങ ചിരവിയത് അരച്ചെടുത്തിട്ടുള്ള 2ാം പാലും 3ാം പാലും ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വേണം നമ്മളുടെ പടവലങ്ങയും മാങ്ങയൊക്കെ വെന്ത് കിട്ടാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഇത് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇത് നല്ലോണം തിളപ്പിച്ച് മാങ്ങയും പടവലങ്ങയും നല്ലോണം വേവണം. പടവലങ്ങയും മാങ്ങയും നല്ലോണം വെന്താൽ മാത്രമേ പടവലങ്ങയിലേക്ക് മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങിയിട്ട് ആ ഒരു നല്ല ഒരു അടിപൊളി ടേസ്റ്റ് വരുള്ളൂ. പടവലങ്ങയും മാങ്ങയും നല്ലോണം വെന്ത ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക. അതിനുശേഷം തിളനിക്കാറാവുമ്പോൾ നമ്മൾ ഇതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് ഇറക്കി വയ്ക്കുക. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ചെറിയുള്ളിയും 2 തണ്ട് കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ച് നമ്മൾ കാച്ചി ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പം നമ്മളുടെ പടവലങ്ങ മീൻ കറി റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.